നിലപാടിൻ്റെ തേങ്ങാക്കൊലയാണ് ഈ അഖിൽ മാരാറെന്നാണ് പലരും പറയാറ്. ഒരു പുല്ലും അല്ല എന്നുള്ളതാണെന്നേ, വയറ്റിപ്പഴപ്പ്, അതിനപ്പുറം ഒന്നുമില്ല. അതിനുവേണ്ടി എന്ത് വിഡ്ഢിവേഷവും കിട്ടും. എന്ത് വിവരക്കേടും തൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന അഖിൽ മാരാരെ ജനകീയ കോടതിയിൽ കൊണ്ടിരുത്തി തൊലി ഉരിച്ചു എന്ന് മാത്രമല്ല, കാന്താരി മുളവ് അരച്ചു പുരട്ടുന്ന കാഴ്ച കാണാനായി. പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നല്ലോ, എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന്. പച്ചക്കള്ള പറയുന്നത്. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തെന്നറിയോ, ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. എനിക്ക് കഷ്ടം തോന്നി കണ്ടപ്പോൾ, നാണവും തോന്നി. നാണത്തിന്റെ ഒരംശം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ തൊലിഞ്ഞ പ്രോഗ്രാമിൽ ഇരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഈ മാരാരെ എണീറ്റ് പോകണമായിരുന്നു. അത് ശരിയാണല്ലോ. വിവരം കെട്ട വർത്തമാനം പറഞ്ഞ് എന്തെല്ലാമോ വിളിച്ചു കൂകി കോട്ടാത്തല മാരാര് അവിടെ തന്നെ ഇരുന്നു. പൊട്ടന്ന ലോകപൊട്ടനാണ്, പൊട്ടന്ന ലോകപൊട്ടൻ. വന്യമായ ഒരു ആനന്ദത്തോടെയുള്ള ഹാഷ്മിയുടെ പരിഹാസം സാഡിസം മനസ്സിലുള്ള ഒരുവൻ്റെതുപോലെ എനിക്ക് തോന്നി. വിവരം കെട്ട മാരാർജി അതൊരു തൻ്റെ ജന്മാവകാശം പോലെ എടുക്കുകയും ചെയ്തു. നീ ഇങ്ങനെ തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. ഒരു നാരങ്ങാ വെള്ളം കൊതിച്ച് നിൽക്കുമ്പോൾ ഒരാൾ നാരങ്ങാ വെള്ളം വാങ്ങി തന്നാൽ അയാളെപ്പറ്റി നല്ലതല്ലേ പറയാവൂ എന്നും മാപ്പെഴുതി കൊടുത്ത് പലതവണ ആൻഡമാൻ ജയിലിൽ നിന്നും പുറത്തുപോയ സർവർക്കർക്ക് ഗാന്ധിജിയെക്കാളും സ്ഥാനം നൽകുന്നുവെന്നും ഇന്ത്യ മഹാരാജ്യത്തെ അച്ചടിച്ച നോട്ടൊക്കെ കട്ടുതിന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, സതീഷ് മേനന്റെ മച്ചമ്പിയായി വെടല ചിരി ചിരിച്ച് അളിയാന്നും വിളിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത മുതലാണ് ഈ പറയുന്നത്. ഏത് റിസർവ് ബാങ്ക് അടിക്കുന്ന നോട്ട് മുഴുവൻ കക്കുന്നവന്മാരാണ് കോൺഗ്രസ് എന്ന. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കൊടുക്കാത്തതിന്റെ തലേ ദിവസം വരെ കോൺഗ്രസ്സുകാരനായിരുന്നവരാണ് ഈ കോട്ടാത്തല മാരാര്. ആദ്യം സ്വന്തം നിലപാടെ ഉറച്ചിക്കാൻ പഠിക്കും. ഒരു സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞേനെ. ഭഗത് സിംഗ് കഴുമരത്തിൽ കയറിയതല്ല, തൂക്കിക്കൊന്നതാണ് എന്ന കണ്ടുപിടുത്തവും മാരാര് നടത്തി. ഏയ്, ഭഗത് സിംഗ് കഴുമരത്തിലേക്ക് നടന്നു കയറിയൊന്നുമല്ല, അയാളെ തൂക്കിക്കൊന്നതല്ലേ എന്നാണ് പറഞ്ഞത് ഈ വിവരദോഷി. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? അമ്മയ്ക്ക് മകനായി 1000 ഭഗത് സിംഗുമാർ ഇന്ത്യയിൽ ഇനിയും ജനിക്കുമെന്ന് പറഞ്ഞ ആ രക്തസാക്ഷിയെ ഈ വിവരം കെട്ട ചെറുക്കൻ 24-ലെ ഈ പ്രോഗ്രാമിൽ ഇരുന്ന് വിവരം കെട്ട വാചകങ്ങൾ പറയുന്നത് കേട്ടു. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ഭഗത് സിംഗിനെങ്കിലും അവൻ വെറുതെ വിടണമായിരുന്നു. ഇവ ആരെ എന്തും പറയും, അതാണ് പ്രശ്നം. വിവരം എന്ന് പറഞ്ഞാൽ തൊട്ട് തെറിച്ചിട്ട്. തുടക്കത്തിൽ 5 ലക്ഷം രൂപ കിറ്റക്സ് മുതലാളി തന്റെ അക്കൗണ്ടിൽ ഇട്ടു തന്ന കണക്ക് കാണിക്കട്ടെ എന്ന് ഹാഷ്മി ചോദിക്കുമ്പോ, അയ്യോ അത് വേണ്ട, താൻ 10 പൈസ കിട്ടിയില്ല എന്നല്ലേ പറയണേ. തന്റെ അക്കൗണ്ടിൽ കിറ്റക്സ് സാബു 5 ലക്ഷം രൂപ ഇട്ടു തന്നത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടു തന്നതിന്റെ തെളിവ് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചാൽ മാരാര് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. തന്റെ BMW ബൈക്ക് തെരഞ്ഞെടുപ്പ് ചെലവിന് വിറ്റു എന്ന പച്ചക്കള്ളം പറഞ്ഞതല്ലേ തെളിയിക്കട്ടെ എന്നായി വീണ്ടും ഹാഷ്മി. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ. ആ ചോദ്യം ചോദിച്ചപ്പോഴും മാരാര് നിർത്തി അവമാനിക്കുവാണെന്ന്. നിങ്ങൾ 5 പൈസ ചെലവാക്കിയിട്ടില്ല എന്ന് ഹാഷ്മി പറയുമ്പോഴും ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവന്റെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് പറയും പോലെയാണ് ഇത് എന്ന് നല്ല ഉപമ. രാഷ്ട്രീയ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് മാരാരെ ശരിക്കും ചെണ്ടയാക്കി ഹാഷ്മി. സാർ, ഇവൻ ഒരു മണ്ടൻ. ആലോചിക്കേ, ഒരുത്തൻ മുണ്ടെടുക്കാനായി തുടങ്ങുമ്പോഴേക്കും ഇയാൾ ജട്ടിയിട്ടാണ് നടക്കുന്നതെന്ന് ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇടുമെന്നാണ് മാരാര് പറഞ്ഞത്. അവൻ്റെ നിലവാരം ആലോചിച്ച് നോക്കുക നിങ്ങൾ. നിലപാടിൻ്റെ തേങ്ങാക്കൊലയാണ് ഈ അഖിൽ മാരാറെന്നാണ് പലരും പറയാറ്. ഒരു പുല്ലും അല്ല എന്നുള്ളതാണെന്നേ, വയറ്റിപ്പഴപ്പ്, അതിനപ്പുറം ഒന്നുമില്ല. അതിനുവേണ്ടി എന്ത് വിഡ്ഢിവേഷവും കിട്ടും.